ഓരോരുത്തരും അവരവരുടെ ജീവിത പരിധിയിൽ നിൽക്കുമ്പോൾ എന്ത് ചെയ്യാനാണോ ചുമതലപ്പെട്ടിരിക്കുന്നത് അതാണ് അവരുടെ ധർമ്മം. നമ്മൾ ഓരോരുത്തരുടെയും ജീവിത പരിധികളൊക്കെ വളരെ ഭിന്നമാണ്. അതുപോലെ തന്നെ നമ്മുടെ ധർമ്മങ്ങളും ഭിന്ന ഭിന്നങ്ങളാണ്. അപ്പോൾ ഇവിടെ ഓരോരുത്തരും അവരവരെ സംബന്ധിച്ചിട്ടുള്ള എല്ലാ ധർമ്മങ്ങളും വളരെ ശരിയായി നിർവഹിക്കുകയും അതിന് വിപരീതമായിട്ടുള്ളത് ചെയ്യാതിരിക്കുകയാണ് സ്വധർമ്മ പരിപാലനം എന്ന് വെച്ചാൽ. ഇപ്പോൾ അതിൻ്റെ ആ രൂപം അല്ലെങ്കിൽ പ്രകൃതി കൊണ്ട് അത് വളരെ നിസ്സാരമാണ് അല്ലെങ്കിൽ വളരെ മോശമാണ് എന്നൊക്കെ തോന്നിയാലും അത് തൻ്റെ ധർമ്മമാണെങ്കിൽ അത് അയാൾ ആചരിക്കുന്ന വേണം. ഇനി വളരെ നല്ലതാണ്, കണ്ടാൽ നമുക്ക് കേട്ടാലോ കണ്ടാലോ ഒക്കെ വളരെ ആകർഷകമാണ് എന്ന് തോന്നിയാലും മറ്റുള്ളവരുടെ ധർമ്മങ്ങൾ നമ്മൾ ആചരിച്ചുകൊണ്ട് വലിയ പ്രയോജനമൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല. മാത്രമല്ല അതുകൊണ്ട് അനർത്ഥം ഉണ്ടാവും ചെയ്യും. കാരണം നമ്മൾ സ്വധർമ്മം വേണ്ടാന്ന് വെച്ചു, പിന്നെ മറ്റുള്ളവരുടെ ധർമ്മം സ്വീകരിക്കുകയും ചെയ്തു. ഇത് രണ്ടും ഒരാൾക്ക് ശ്രേയസ്കരമല്ല എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ പരധർമ്മം, അതായത് മറ്റുള്ളവരുടെ ആ ധർമ്മമാണ് കുറച്ചുകൂടി ശ്രേഷ്ഠം എന്ന് തോന്നിയാലും അവനവൻ്റെ ധർമ്മം മാത്രമാണ് നമ്മൾ അനുഷ്ഠിക്കാൻ പാടുള്ളൂ. അതാണ് നമ്മൾ പറയുന്നത്, മറ്റുള്ളവർക്ക് നല്ലതായിട്ട് കാണപ്പെടുന്ന കാര്യങ്ങൾ നമുക്ക് അനുയോജ്യമായിക്കൊള്ളുന്നില്ല. സ്വധർമ്മം അനുഷ്ഠിച്ചിട്ട് ഒരാൾ മരിച്ചാൽ പോലും അത് ഇഹലോകത്തിലും പരലോകത്തിലും ശ്രേയസ്കരമായി തീരുകയും ചെയ്യും. അതുകൊണ്ട് തനിക്ക് വിധിച്ചിട്ടുള്ള സ്വധർമ്മങ്ങൾ നിഷ്കാമ രൂപേണ അനുഷ്ഠിച്ചിട്ട് ഈശ്വരാർപ്പണം ചെയ്യാം. വിപരീത ധർമ്മങ്ങളും മറ്റുള്ളവരുടെ അന്യധർമ്മങ്ങളും ചെയ്യാതിരിക്കുക. ഇതൊക്കെയാണ് കർമ്മയോഗത്തിൻ്റെ സ്വരൂപം എന്ന് പറയാം. അപ്പോൾ സ്വധർമ്മമാണെങ്കിൽ യുദ്ധം ചെയ്യുക എന്നുള്ളത് ശ്രേയസ്കരമാണെന്നും പരധർമ്മമാണെങ്കിൽ സന്യാസം പോലും പാപമായിട്ടാണ് ഭവിക്കുക എന്ന് മനസ്സിലാക്കാം. ഇതൊക്കെ